we are going to discuss about thermoelectric effects. So, let us first see what is meant by thermoelectric effect. Okay, thermoelectric effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is actually ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഹീറ്റ് എനർജി ഇലക്ട്രിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഓർ യു ക്യാൻ സേ ദാറ്റ് ഹീറ്റ് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തെർമോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേര് തന്നെ നമുക്കറിയാം. തെർമോ ഇസ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഹീറ്റ് ആൻഡ് ഇലക്ട്രിക് is something we can relate it with electricity, right? So here what is happening is heat energy is getting converted into electrical energy or electrical power. Okay, അപ്പോൾ there are different types of thermoelectric effects. അതിൽ നമ്മൾ 4 ഇഫക്ട്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. First one is Seebeck effect, then second one is Peltier effect, third one Thomson effect, and the fourth one is Joule effect. Okay, so let us see each of these effects one by one. So first let us discuss about Seebeck effect. Okay, so ഇവിടെ Seebeck effectൽ what we are doing is നമ്മൾ 2 മെറ്റാലിക് വയേഴ്സ് എടുക്കുന്നു. ഈ 2 മെറ്റാലിക് വയേഴ്സ് തമ്മിൽ 2 എൻഡ്സിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, for example we can take copper and iron. Okay, suppose we have taken a copper wire and an iron wire. Okay, and we are connecting these two at 2 ends. Okay, ഇതിൽ 1 എൻഡ് നമ്മൾ ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ വെക്കും. ഓക്കെ, അറ്റ് എ ഹയർ ടെമ്പറേച്ചർ. സേ നമ്മളൊരു ബോയിലിംഗ് വാട്ടറിൽ വെക്കുന്നു. ബോയിൽഡ് വാട്ടറിൽ ഒരു എൻഡ് വെക്കുന്നു. ആൻഡ് ദ അതർ എൻഡ് വി ആർ കീപ്പിംഗ് ഇറ്റ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. സേ നമുക്ക് പറയാം ഐസ് വാട്ടറിൽ അതർ എൻഡ് കീപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ 1 end is at a higher temperature and the other end is at a lower temperature, as you can see. In that figure also you can see that copper and iron, they are connected together at the 2 ends and ഒന്ന് കോൾഡ് എൻഡിലും വെച്ചു, മറ്റേ എൻഡ് ഹോട്ട് എൻഡിലും വെച്ചു. ഓക്കെ, സോ നമ്മൾ അങ്ങനെ 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ ഈ വയേഴ്സിനെ വെക്കുമ്പോൾ ഒരു കറണ്ട് ഈ വയറിലൂടെ പാസ് ചെയ്യും. ഓക്കെ, എ കറണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് സർക്യൂട്ട്. ആ കറണ്ട് ഒരു ഇ എം എഫ് കാരണമാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. അതായത് ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവണം അല്ലേ, അതുകൊണ്ടാണ് ആ കറണ്ട് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. സോ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫിനെ നമ്മൾ തെർമോ ഇ എം എഫ് അതല്ലെങ്കിൽ സീബെക് ഇ എം എഫ് എന്ന് പറയുന്നു. ആൻഡ് ആ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് തെർമോ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫോം ചെയ്ത സർക്യൂട്ടിനെ, അതായത് 2 വയേഴ്സ് കണക്ട് ചെയ്തു, ഒന്നിനെ നമ്മൾ ഹോട്ട് എൻഡിലും മറ്റേതിനെ കോൾഡ് എൻഡിലും വെച്ചു. അപ്പോൾ ആ സർക്യൂട്ടിനെ ടോട്ടലി നമുക്ക് ഒരു തെർമോ കപ്പിൾ എന്ന് വിളിക്കാം. ഓക്കെ, 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കോപ്പറും അയണും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് കോപ്പറും അയണും ആയിട്ടുള്ള തെർമോ കപ്പിളാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കോപ്പറിൽ നിന്ന് അയണിലേക്കാണ് ത്രൂ ഹോട്ട് ജംഗ്ഷൻ. യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ സെക്കൻഡ് ഫിഗർ. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കോപ്പർ ടു അയൺ ആണ് ത്രൂ ദ ഹോട്ട് ജംഗ്ഷൻ. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ ദാറ്റ് വി ആർ യൂസിങ്, the direction of current will also change, right? So based on that നമുക്ക് മെറ്റീരിയൽസിനെ, അതായത് ഈ തെർമോകപ്പിൾ ഫോം ചെയ്യാവുന്ന മെറ്റീരിയൽസിനെ നമുക്കൊരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഓർ സീബെക് ഹാസ് ഓൾറെഡി അറേഞ്ച്ഡ് ദാറ്റ് ഇൻ എ ഫോം ഓഫ് എ സീരീസ് ആൻഡ് ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് തെർമോ ഇലക്ട്രിക് സീരീസ്. ഓക്കെ, സോ തെർമോ ഇലക്ട്രിക് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോകപ്പിൾ ഫോം ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ആ മെറ്റീരിയൽസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യു ക്യാൻ സീ ദെയർ ആൻറ്റിമണി, അയൺ, സിങ്ക്, സിൽവർ, that is silver. Okay, V is missing there, it is silver, gold, chromium, lead, mercury, copper, platinum, cobalt, nickel, bismuth. So these are the different materials from which we can form a thermocouple. Okay, so ഇതാണ് നമ്മൾ തെർമോ ഇലക്ട്രിക് സീരീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ 2 മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യാം, തെർമോകപ്പിൾ ഫോം ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എടുക്കുന്നത് അയേണും ക്രോമിയം ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഈ അയേണും ക്രോമിയവും വയേഴ്സ് നമുക്ക് എൻഡ്സിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് കോൾഡ് എൻഡും ഒന്ന് കോൾഡ് എൻഡിലും മറ്റൊന്ന് ഹോട്ട് എൻഡിലും വയ്ക്കാം. ഓക്കെ, സോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ മെറ്റീരിയൽ പ്ലേസ്ഡ് ഏർലിയർ ഇൻ ദ ലിസ്റ്റ് ടു ദ ലേറ്റർ ഇൻ ദ ലിസ്റ്റ് അക്രോസ് ദ കോൾഡ് ജംഗ്ഷൻ.
അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദ കറന്റ് വിൽ ഫ്ലോ ഫ്രം ദ മെറ്റൽ പ്ലേസ്ഡ് ഏർലിയർ ഇൻ ദ ലിസ്റ്റ് ടു ദ ലേറ്റർ ഇൻ ദ ലിസ്റ്റ് അക്രോസ് എ കോൾഡ് ജംഗ്ഷൻ. സോ നമ്മളിവിടെ അയേണും ക്രോമിയും ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അയേണിൽ നിന്ന് ക്രോമിയത്തിലേക്കായിരിക്കും. ഏതിലൂടെ? ത്രൂ ദ കോൾഡ് ജംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് വരുന്നത്. ഇനി ഈ സീബെക്ക് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സീബെക്ക് കോയിഫിഷ്യൻറ്റ് പറയാനുണ്ട്. സീബെക്ക് കോയിഫിഷ്യൻറ്റ് ആൽഫ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് സീബെക്ക് കോയിഫിഷ്യൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ തെർമോ ഇ എം എഫ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോട്ട് ആൻഡ് കോൾഡ് ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആൽഫ എസിനെ നമുക്ക് ഇ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇവിടെ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് മെറ്റീരിയൽസ് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ്സ് ഹോട്ട് ആൻഡ് കോൾഡ് ജംഗ്ഷനിൽ വെക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫിനെയാണ് ഇ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ വോൾട്ടേജ്. യു ക്യാൻ കോൾ ഇറ്റ് as വോൾട്ടേജ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇ. ആൻഡ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ, ടു ടെമ്പറേച്ചേഴ്സ് വി ആർ ടേക്കിംഗ്, ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ഡെൽറ്റ ടി. ഓക്കെ, സോ ആൽഫ എസ് ഇസ് ഈക്വൽ ടു ഇ ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഇസ് കോൾഡ് ദ സീബെക്ക് കോയിഫിഷ്യൻറ്റ്, റൈറ്റ്? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെൽറ്റിയർ ഇഫക്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് എ സെക്കൻഡ് ഇഫക്റ്റ് ദാറ്റ് വി ആർ ഡിസ്കസിങ്. സോ വി ക്യാൻ കോൾ ദാറ്റ് ദിസ് പെൽറ്റിയർ ഇഫക്റ്റ് ആസ് എ കോൺവേഴ്സ് ഓഫ് ദ സീബെക്ക് ഇഫക്റ്റ്. അതായത് സീബെക്ക് ഇഫക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു പ്രോസസ്സാണ് ഈ ഒരു പെൽറ്റിയർ ഇഫക്റ്റിൽ നടക്കുന്നത്. അതായത് സീബെക്ക് ഇഫക്റ്റിൽ എന്താണ് സംഭവിച്ചത്? നമ്മളൊരു തെർമോകപ്പിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഒന്ന് ഹോട്ട് എൻഡിലും മറ്റൊരു കോൾഡ് എൻഡിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ്ഡ് ആവും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തെർമോകപ്പിൾ ഫോം ചെയ്തു, അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻഡിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യും, മറ്റേ എൻഡിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഓക്കെ, സീബെക്ക് ഇഫക്റ്റിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ തെർമോകപ്പിൾ ഫോം ചെയ്തു. അതായത് രണ്ട് മെറ്റീരിയൽസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് ജംഗ്ഷൻസ് ഫോം ചെയ്തു. ആ ജംഗ്ഷൻസ് രണ്ട് ടെമ്പറേച്ചറിൽ വെച്ചപ്പോൾ കറണ്ട് ഡെവലപ്പ് ചെയ്തു അവിടെ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് രണ്ട് മെറ്റീരിയൽസ് വെച്ച് നമ്മൾ തെർമോകപ്പിൾ ഫോം ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് ഇലക്ട്രിക് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജംഗ്ഷനിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയും ചെയ്തു, മറ്റേ ജംഗ്ഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് പെൽറ്റിയർ ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓർ കോൺവേഴ്സ് ഓഫ് പെൽറ്റിയർ ഇഫക്റ്റ് ഇസ് എ കോൺവേഴ്സ് ഓഫ് സീബെക്ക് ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഹിയർ ഓൾസോ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ കോയിഫിഷ്യൻറ്റ് ദാറ്റ് ഇസ് കോൾഡ് ദ പെൽറ്റിയർ കോയിഫിഷ്യൻറ്റ്. ആൻഡ് യു ക്യാൻ ജസ്റ്റ് define this Peltier coefficient as Peltier heat divided by charge. Okay, alpha P എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ആൽഫ പി ഈസ് നത്തിങ് ബട്ട് പെൽറ്റിയർ ഹീറ്റ് ഡിവൈഡഡ് ബൈ ചാർജ് ഫ്ലോയിങ്. അതായത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ ഡി എച്ച് ആൻഡ് ചാർജ് ഫ്ലോയിങ് ഇസ് ഡി ക്യൂ. സോ ആൽഫ പി ഈസ് നത്തിങ് ബട്ട് ഡി എച്ച് ബൈ ഡി ക്യൂ. ഓക്കെ, and it is defined as the amount of heat energy absorbed or evolved at a junction when 1 coulomb of charge passes through the junction. അതായത് ആ ജംഗ്ഷനിലൂടെ ഒരു കൂളോംബ് ഓഫ് ചാർജ്, ഒരു യൂണിറ്റ് ചാർജ് പാസ് ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തു, ആ എമൗണ്ടിനെയാണ് നമ്മൾ പെൽറ്റിയർ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് പെൽറ്റിയർ ഇഫക്റ്റ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് തോംസൺ ഇഫക്റ്റ്. ഓക്കെ, സോ പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ഇഫക്റ്റിലും, അതായത് സീബെക്ക് ഇഫക്റ്റിലും പെൽറ്റിയർ ഇഫക്റ്റിലും രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ അയൺ ആൻഡ് കോപ്പർ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു സിംഗിൾ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിംഗിൾ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ആ മെറ്റീരിയലിൻ്റെ എലോങ് അതിൻ്റെ ലെങ്ത്തിൽ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കും. സിംഗിൾ മെറ്റീരിയലിൻ്റെ ഒരു എലോങ് ഇറ്റ്സ് ലെങ്ത് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഐദർ ആ മെറ്റീരിയൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാം അല്ലെങ്കിൽ ആ മെറ്റീരിയലിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ എവല്യൂഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് വെൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ എ സർക്യൂട്ട് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ മെറ്റീരിയൽ ദാറ്റ് ഹാസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് അലോങ് ഇറ്റ്സ് ലെങ്ത്. സിംഗിൾ മെറ്റീരിയൽ ഉണ്ട്, അലോങ് ഇറ്റ്സ് ലെങ്ത് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നുണ്ട്, അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐദർ ഹീറ്റ് ഇവോൾവ് ചെയ്യാം അവിടെ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാം. അതിനെയാണ് നമ്മൾ തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ തോംസൺ ഇഫക്റ്റ് ഐദർ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ആവാം. ഓക്കെ, സോ എന്താണ് പോസിറ്റീവ് തോംസൺ ഇഫക്റ്റ് എന്ന് നോക്കാം. പോസിറ്റീവ് തോംസൺ ഇഫക്റ്റ് എപ്പോഴാണ് നടക്കുക എന്ന് വെച്ചാൽ
ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് അതിൻ്റെ അലോങ് ഇറ്റ്സ് ലെങ്ത് ടെമ്പറേച്ചർ ഡിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് ഹോട്ടർ എൻഡിൽ നിന്ന് കോൾഡർ എൻഡിലേക്കാണെങ്കിൽ അവിടെ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയും കോൾഡർ എൻഡിൽ നിന്ന് ഹോട്ടർ എൻഡിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ തോംസൺ ഇഫക്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് പറയുന്നത്. കാഡ്മിയം, സിൽവർ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, അതായത് ആ മെറ്റീരിയലിലൂടെ കറണ്ട് ഹോട്ടർ ടു കോൾഡർ ജംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യും, കോൾഡർ ടു ഹോട്ടർ ജംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി നെഗറ്റീവ് തോംസൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്, അലോങ് ഇറ്റ്സ് ലെങ്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കൂ. അതിലൂടെ കറണ്ട് കോൾഡർ ടു ഹോട്ടർ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയും ഹോട്ട് ടു കോൾഡ് ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ജംഗ്ഷൻ എന്നല്ല, ആ ഒരു ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോൾഡർ ടു ഹോട്ടർ എൻഡിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യും, ഹോട്ടർ ടു കോൾഡർ എൻഡിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസിനെ നമ്മൾ തോംസൺ ഇഫക്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് അയേണും കൊബാൾട്ടും. ഓക്കെ, ഇനി അവിടെ മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുമില്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തോംസൺ ഇഫക്റ്റ് സീറോ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്നാണ് പറയുക. ഓക്കെ, സോ ഈ തോംസൺ ഇഫക്റ്റ് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. സീറോ ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ് ലെഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അതായത് തോംസൺ ഇഫക്റ്റ് എപ്പോഴാണ് പോസിറ്റീവ് ആവുക, നെഗറ്റീവ് ആവുക, സീറോ ആവുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തോംസൺ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു കോയിഫിഷ്യൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തോംസൺ കോയിഫിഷ്യൻറ്റിനെ സിഗ്മ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി തീറ്റ. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ഇവോൾവ് അറ്റ് എ ജംഗ്ഷൻ വെൻ യൂണിറ്റ് കറന്റ് ഫ്ലോസ് ഫോർ 1 second ബിറ്റ്വീൻ 2 points ഓഫ് എ കണ്ടക്ടർ വിച്ച് ഡിഫർ ഇൻ ടെമ്പറേച്ചർ ബൈ 1 Kelvin. അതായത് നമ്മുടെ കണ്ടക്ടറിൽ അലോങ് ഇറ്റ്സ് ലെങ്ത് ടെമ്പറേച്ചർ ഡിഫർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഡിഫർ ചെയ്യുന്ന ടെമ്പറേച്ചർ 1 Kelvin ആണെങ്കിൽ എത്രത്തോളം ഹീറ്റാണ് അബ്സോർബ്ഡ് ആവുന്നത് അല്ലെങ്കിൽ ഇവോൾവ് ആവുന്നത്, ഒരു യൂണിറ്റ് കറണ്ട് അത് കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ തോംസൺ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് സിഗ്മ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി തീറ്റ എന്ന് പറയാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഇഫക്റ്റ് വരുന്നത് ജൂൾ ഇഫക്റ്റ് ആണ്. ജൂൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു കണ്ടക്റ്റിംഗ് വയറും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന, ഹോം അപ്ലയൻസസിൽ യൂസ് ചെയ്യുന്ന ഏതൊരു വയറും ആയിക്കോട്ടെ, കണ്ടക്ടർ, ഏതൊരു കണ്ടക്ടർ ആണെങ്കിലും ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ കണ്ടക്ടർ ഇറ്റ് മേ ബി. ഓക്കെ, അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് വേണമെന്നൊന്നും പറയുന്നില്ല തോംസൺ ഇഫക്റ്റിലെ പോലെ. ഓക്കെ, ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ എനിവേ ഒരു ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജൂൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ജൂൾസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ ഉണ്ട്. ആ ജൂൾസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. സോ ആ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും, അതാണ് ഐ കറണ്ട്. ഓക്കെ, ആ കണ്ടക്ടറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ആ റെസിസ്റ്റൻസ് ആണ് ആർ. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈമാണ് ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും വാല്യൂസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റിൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ജൂൾസ് ലോയിൽ പറയുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ദീസ് ഡിഫറെൻറ്റ് ഇഫക്ട്സ് ആർ ക്ലിയർ ടു യു. 4 ഇഫക്ട്സ് ആണ് പറഞ്ഞത്: സീബെക്ക് ഇഫക്റ്റ്, പെൽറ്റിയർ ഇഫക്റ്റ്, തോംസൺ ഇഫക്റ്റ് ആൻഡ് ജൂൾ ഇഫക്റ്റ്. Okay, so just go through these effects once again. So these are the different effects that we have to study. Okay, thank you.